ഒരു വലിയ നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു ഈ ട്രെയിൻ അട്ടിമറിയുമായിട്ടുള്ള അന്വേഷണം. കഴിഞ്ഞ കുറേ കാലമായി ട്രെയിനിൽ വിവിധ വസ്തുക്കൾ വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ, ഗ്യാസ് സിലിണ്ടറും സൈക്കിൾ അതുപോലെ തന്നെ വലിയ കമ്പികൾ, പൈപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ വലിയ ശ്രമം നടന്നിരുന്നു. ഇതിന് പിന്നിൽ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കുറച്ച് പേർ കസ്റ്റഡിയിലും അറസ്റ്റിലുമൊക്കെ ആയിരുന്നു. ഇതിൻ്റെ അന്വേഷണം നടത്തുന്ന NIA-യും ATS-ഉമാണ്. ഈ അടുത്ത സമയത്ത് ഝാൻസിയിലും കാൺപൂരിലും നടന്ന ട്രെയിൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എത്തി നിന്നത് UP-യിലെ ചില മദ്രസകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇവിടെയുള്ള ചില അധ്യാപകർ അവർ ഈ ഓൺലൈൻ വഴി ഈ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് നൽകുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കർണാടകത്തിലടക്കം പിടികൂടിയിരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു എന്നുള്ളതും ഈ ഒരു അന്വേഷണത്തിന് ഈ സംഘത്തെ പ്രേരിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി മുഫ്തി ഖാലിദ് നദ്വി എന്ന് പറയുന്ന ഒരു മദ്രസ അധ്യാപകനെ NIA-യും ATS-ഉം കൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് വലിയ ജനക്കൂട്ടം, സ്ത്രീകളടക്കമുള്ള ജനക്കൂട്ടം ഈ വാഹനം തടയുകയും ഈ മുഫ്തി ഖാലിദ് നദ്വിയെ മോചിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് കൂടുതൽ പോലീസ് സേന എത്തുകയും ഈ മുഫ്തി ഖാലിദ് നദ്വിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ NIA സംഘത്തെ തടഞ്ഞ അതിന് 100ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ വാർത്തയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലൊരു ട്രെയിനിങ് കൊടുത്തിരുന്നു എന്ന് നേരത്തെ തന്നെ ചില വാർത്തകൾ വന്നിരുന്നു. ഈ പാകിസ്ഥാനിലെ ഒരു മതപ്രഭാഷകൻ പറഞ്ഞത് ഇന്ത്യയിലെ വൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ട്രെയിൻ അട്ടിമറി നടത്തണം എന്നൊരു ആഹ്വാനം നൽകിയിരുന്നു. ഈ ആഹ്വാനം ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിവിധ ഗ്രൂപ്പുകൾ അതിനുള്ള ശ്രമം നടത്തുന്നതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുൻപ് വന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ഏതായാലും ഒരു വലിയ വഴിത്തിരിവിലേക്ക് പോകുന്നു. കാരണം കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം. കാരണം പിടിയിലാകുമ്പോൾ ഒരുപക്ഷെ ഈ പ്രായപൂർത്തിയാകാത്തതിൻ്റെ പേരിൽ ശിക്ഷ ഇളവ് ലഭിക്കുമെന്നുള്ള കാരണത്താലായിരിക്കും കൊച്ചു കുട്ടികളെ ഇത്തരത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും വലിയൊരു വാർത്ത തന്നെയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.